ഹലോ എവരിബഡി. ഇന്ന് ഞാനൊരു കടലക്കറിയാണ് കാണിക്കുന്നത്, വെള്ളക്കടലയുടെ. ഞാൻ ഇന്നലെ ഒരു 500 ഗ്രാം, അര കിലോ കടല വെള്ളത്തിലൊക്കെ ഇട്ട് ഇപ്പോൾ രാവിലെ കുക്കറിൽ 20 മിനിറ്റ് വേവിച്ചതാണിത്. ഇതിലൊരു സ്വല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിരുന്നു ഞാൻ വേവിക്കാൻ. ഇതാ വേവിച്ചതിൻ്റെ വെള്ളമാണ്, ഇത് നമുക്ക് ചേർക്കേണ്ടതാണ്. പിന്നെ ഒരു സ്പൂൺ ഇഞ്ചിയും ഒരു 10 പോട് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. വെളുത്തുള്ളി, ഇഞ്ചി, 2 സബോള വളരെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നു, 2 സബോള. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില. പിന്നെ നമ്മുടെ പൊടികളാണ്, ഇത് ആവശ്യമുള്ള പൊടികൾ. ഒരു 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 3 സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. ഇതെല്ലാം ടീസ്പൂണാണ് കേട്ടോ. പിന്നെ കുറച്ച്, അതായത് ഒരു 3/4 സ്പൂണ് ഗരം മസാലയുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന്, കുറച്ച് ഉപ്പ് ഇതിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് അത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. പിന്നെ തക്കാളി, 2 തക്കാളി, ചെറിയ തക്കാളി, അത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ ഗ്രേവിക്ക് ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് തേങ്ങ, അതായത് ഒരു കപ്പ് മുഴുവനില്ല, അത് ഞാൻ നല്ലപോലെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. അതൊന്ന് കലക്കി വെച്ചിരിക്കുന്നു. ഇത് അവസാനം നമുക്ക് ഇതിന് ഒരു ഗാർണിഷൊക്കെ ചെയ്യാനായിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു പാൻ വെച്ച് തീ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കട്ടെ. എന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലോട്ട്, എണ്ണ ഇച്ചിരി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിൻ്റെ പുറകെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടു. നമ്മൾ 2 സബോള ചെറുതായിട്ട് അരിഞ്ഞത് എടുക്കാം. സവോള കുറച്ചൊന്ന് നല്ലപോലെ മൂത്തിട്ടേ ബാക്കിയൊക്കെ നമ്മൾ ചെയ്യത്തുള്ളൂ. നമ്മൾ ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ച പൊടിയെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുഴയ്ക്കണം. നല്ലപോലെ ഇത് പിന്നെ പൊടിയൊക്കെ ഒന്ന് വെന്ത് ഇതായിട്ട് വരാൻ വേണ്ടിയിട്ടായത് കേട്ടോ. പച്ചമണം അങ്ങ് മാറും. നമ്മളിതിനെ ഇതിലോട്ട് ഒഴിക്കുകയാണ്. അത് ഒഴിക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് എണ്ണ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എണ്ണയിലിട്ട് നല്ലപോലെ ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിക്കുക. നമ്മൾ ഈ പൊടിയൊക്കെ മൂത്ത ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് ഇടുക. ഈ തക്കാളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിലെടുക്കുക. നമ്മുടെ ടൊമാറ്റോയും ഒക്കെ ഇതിൻ്റെ കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലോട്ട് ഇടാം. കടലയിട്ടൊന്ന് നമ്മളെല്ലാമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കടല വേവിച്ച വെള്ളം ഇതിലോട്ട് ഒഴിക്കും.
ഇതൊന്ന് നല്ലപോലെ കിടന്ന് തിളച്ച് മറിയണം ഇത്. നമ്മളിപ്പം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഈ ഗ്രേവിനെല്ലാം ഇത് തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടി അത് ചേർക്കുക ഇതിലോട്ട്. നമ്മുടെ കടലക്കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്ക് ദോശ പുട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി വെറും ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. ഇനി തേങ്ങ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കടല ഇതിൽ നിന്ന് തന്നെ എടുത്ത് അത് ഒന്ന് മിക്സിയിൽ അരച്ച് ചേർത്താൽ നല്ല കൊഴുപ്പ് കിട്ടും. അങ്ങനെയും ചെയ്യാം. തേങ്ങ ഇല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. അല്ലെ സവോള കുറച്ചെടുത്ത് അത് അരച്ച് ചേർക്കുമോ, അങ്ങനെ കൊഴുപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. പിന്നെ വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, ഇത് ചാറായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇത്രയും കുറുകാതെ ഉണ്ടാക്കാം. എന്തായാലും നല്ലൊരു കറിയാണിത്. നിങ്ങളെല്ലാം ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഉണ്ടാക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.